ഇപ്പോൾ എ സജീവൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സജീവൻ, വാർത്ത അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഗവർണർക്ക് തിരിച്ചടിയേറ്റിരിക്കുന്നു. ഗവർണർ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ നോമിനേറ്റ് ചെയ്ത നിയമനം, സെനറ്റ് അംഗങ്ങളുടെ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ ഭരണമാണ് ഉണ്ടാവേണ്ടത്. ഗവർണർ എന്ന പദവി ഒരിക്കലും തെരഞ്ഞെടുക്കപ്പെടുന്നതല്ല. കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള ചില വ്യക്തികളെ നിയമിക്കുന്നു. അവർക്ക് അതൊരു ആലങ്കാരികമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമാണ് എങ്കിൽ പോലും ആലങ്കാരികം മാത്രമാണ്. സുപ്രീം കോടതി ഇതിനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്, സംസ്ഥാന സർക്കാരുകൾക്ക് ഭരിക്കാൻ വേണ്ട നിർദ്ദേശം ചില അഭിപ്രായങ്ങൾ പറയുകയും മറ്റും ചെയ്യുക മാത്രമാണ് ഗവർണറുടെ ചുമതല. അല്ലാതെ സർക്കാരിന് അപ്പുറത്തേക്ക് ഒരു സുപ്രീം സർക്കാരായിട്ട് മാറുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. നമ്മുടെ ഗവർണർ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പലപ്പോഴും സുപ്രീം ഗവർണറായിട്ടാണ് പെരുമാറി. ചെറിയ കാര്യങ്ങളിൽ പോലും ഏറ്റവും പുതിയതായിട്ട് അദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിയുടെ കൈവിരൽ ശസ്ത്രക്രിയക്ക് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്തു. അതൊരു പിഴവായിരിക്കാം, എന്തൊക്കെ ആയിരിക്കാം. അത് പക്ഷെ അത് ചെയ്യേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ്. ഈ വേണമെങ്കിൽ സർക്കാരിന് വേണമെങ്കിൽ അതിൽ കാര്യങ്ങൾ ചെയ്യാം. അതിനപ്പുറത്തേക്ക് ഗവർണർ അതിൽ കയറിയിട്ട് ഇടപെടേണ്ട കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞത് ഗവർണർ ഓരോ കാര്യത്തിലും, ഇപ്പൊ കേരള സർവകലാശാലയുടെ കാര്യത്തിലാണെങ്കിലും, സെനറ്റിന്റെ കാര്യത്തിലാണെങ്കിലും, കാലിക്കറ്റ് സർവകലാശാലയുടെ കാര്യത്തിലാണെങ്കിലൊക്കെ ഗവർണർ തന്റെ താല്പര്യമുള്ള ആളുകളെ അവിടെ നിയോഗിക്കുന്നു. സംസ്ഥാന സർക്കാർ പാർട്ടി താല്പര്യം അത് മറ്റു നിയോഗിക്കാൻ തീർച്ചയായിട്ടും അർഹതപ്പെട്ട ആളുകൾ ഭരിക്കുന്ന ആളുകളാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഗവർണർ വ്യക്തി താല്പര്യത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരിച്ചടി ഉണ്ടാവുന്നുള്ള കാര്യം സംശയമില്ല. പലപ്പോഴും കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള കളികൾ, അത് കേരളത്തിൽ മാത്രമല്ല, പശ്ചിമ ബംഗാളിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും BJP ഭരിക്കാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ രീതിയിൽ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിഭീകരമായിട്ടുള്ള വാഴ്ച നടത്തുന്നുണ്ട്. അത് കോടതികൾ, അത് നമ്മൾക്ക് ഒരു പ്രത്യാശ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നീതിന്യായ വ്യവസ്ഥ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നീതിന്യായ വ്യവസ്ഥ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ തടയിടുന്ന ഒരു കാര്യമുണ്ട്. കേരള സർക്കാരിന്റെ കാര്യത്തിൽ, കേരള ഗവർണറുടെ കാര്യത്തിലാണെങ്കിൽ പോലും പല ബില്ലുകളും ഒപ്പിടാതെ അത് തടഞ്ഞു വെക്കുന്നതിൽ പലപ്പോഴും അത് തമിഴ്നാടിന്റെ കാര്യം അല്ലെങ്കിൽ മറ്റു സംസ്ഥാന കർണാടകയുടെ കാര്യമൊക്കെ എടുക്കുമ്പോൾ പോലും കേരളത്തിന്റെ കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി പറയുന്നത് അതിനൊരു അധികാരവുമില്ല എന്ന്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. ആ ബുദ്ധിയെങ്കിലും അവർക്ക് ഉണ്ടാവേണ്ടതാണ്. അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ട് കാര്യം. ബുദ്ധിയില്ലായ്മയൊന്നുമില്ല, അതൊരു തരത്തിലുള്ള രാഷ്ട്രീയ കളിയാണ്. ആ രാഷ്ട്രീയ കളികളെ ജനാധിപത്യത്തിൽ ഒരിക്കൽ പോലും വെച്ചു ഉറപ്പിക്കാൻ പറ്റില്ല. കുറച്ചു കാലമൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷെ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതിന് തെളിവാണ് പലപ്പോഴും കോടതികളുടെ ഈ തരത്തിലുള്ള ഇടപെടലുകൾ